ഹായ് വ്യൂവേഴ്സ്, ഞാൻ സജിത് നായർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 2024 നെക്സസിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റുമായിട്ടാണ്. ATMുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് തന്നെയാണ്. ഹിറ്റാച്ചിയുടെ വൈറ്റ് ലേബൽ ATM മിഷൻ നൽകുന്നതിനുള്ള അംഗീകാരം കൂടി നെക്സസ് ഇപ്പോൾ നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ നെക്സസ് വഴി നിങ്ങൾക്ക് ഹിറ്റാച്ചിയുടെ വൈറ്റ് ലേബൽ ATMും കൂടി ലഭിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇനി ഒരുക്കാൻ പോകുന്നത്. ATM കൗണ്ടർ മാത്രമല്ല, നിങ്ങളെല്ലാവരും പറയുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ, അതായത് റീസൈക്ലർ മെഷീനും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഓരോന്നിനും ഓരോരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഈ ഒരു ബിസിനസ്സൊക്കെ മുന്നോട്ട് പോകുന്നതെന്നുണ്ട്. അപ്പോൾ ആ കണ്ടീഷനൊക്കെ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് റീസൈക്കിൾ മെഷീനും തരാൻ പറ്റും, അതുപോലെ തന്നെ ATM മെഷീനും നൽകാൻ പറ്റും. ഇപ്പോൾ നിലവിൽ നമ്മൾ ടാറ്റ ഇൻഡിക്കാഷിൻ്റെയും അതുപോലെ തന്നെ വക്രാങ്കിയുടെയും ATM ഏകദേശം 300-ലധികം കേരളത്തിൽ കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ കർണാടകയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കർണാടകയിൽ നമ്മുടെ ഓഫീസ് മംഗളൂരുവിലാണ് പ്രവർത്തിക്കുന്നത്. കർണാടകയിലും നമ്മുടെ ATMിൻ്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളവും അതുപോലെ തന്നെ കർണാടകയും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നിരിക്കുന്ന എല്ലാ പിന്തുണയ്ക്കും അകമഴിഞ്ഞ നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് കൂടി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് നമുക്കൊരു ഹിറ്റാച്ചിയുടെ ATM കൗണ്ടർ ആരംഭിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതുപോലെ എന്തെല്ലാമാണ് ക്രൈറ്റീരിയ, നിങ്ങൾക്ക് എന്തെല്ലാമാണ്, ഏത് രീതിയിലാണ് കമ്മീഷൻ കിട്ടുക, അതുപോലെ തന്നെ ഇത് ഏത് സ്ഥലങ്ങളിലൊക്കെ തുടങ്ങാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹിറ്റാച്ചിയുടെ ATM അല്ലെങ്കിൽ CRM ആരംഭിക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യം നല്ലൊരു ലൊക്കേഷനാണ്. ഈ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റൂമാണ് നമുക്ക് ഇതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത്. ഈ ലൊക്കേഷനിലെ റൂം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ആയിരിക്കണം, നല്ലപോലെ കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ടാറ്റ ഇൻഡിക്കേഷനും അതുപോലെ തന്നെ വക്രാങ്കിക്കും ഇതുപോലുള്ള ATMകൾക്കൊന്നും അത്രയൊന്നും നിർദ്ദേശങ്ങളോ മാനദണ്ഡങ്ങളോ ഉണ്ടായിരുന്നില്ലെങ്കിലും ഹിറ്റാച്ചിയുടെ ഒരു ATM ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ കാഴ്ചയും വളരെ പ്രധാനമാണ്. അതായത് നല്ലപോലെ ആളുകൾ എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനിലായിരിക്കണം എന്നുള്ളതാണ് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം. ATM ആരംഭിക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ഒരു 35 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ആവശ്യം. അതായത് 4.5 അടി വീതിയും 6 അടി നീളവുമാണ് സാധാരണ ATM മെഷീനുകൾക്ക് ഉണ്ടാവുക. അതൊരു CRM മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം നമുക്ക് വേണ്ടിയിരിക്കുന്നത് 5 അടി വീതിയും 6 അടി നീളവുമാണ് നമ്മൾ അതിനായിട്ടുള്ള സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നത്. അതായത് 35 സ്ക്വയർ ഫീറ്റ് മുതൽ 40 സ്ക്വയർ ഫീറ്റ് വരെ ഒരു സ്പേസ്, റൂം സ്പേസ് നല്ല കണ്ണായ സ്ഥലത്ത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹിറ്റാച്ചിയുടെ ATM തുടങ്ങാവുന്നതാണ്. പക്ഷേ ഹിറ്റാച്ചിയുടെ മറ്റേതെങ്കിലും ഒരു ATM നിയർ ബൈ ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്ററിനുള്ളിലായിട്ട് ഒരു ATM ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹിറ്റാച്ചിയുടെ ഒരു ATM തുടങ്ങാൻ സാധിക്കുകയുമില്ല. അപ്പോൾ നിലവിൽ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ, നല്ല ട്രാൻസാക്ഷൻ നടക്കുമെന്ന് ഉറപ്പ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഹിറ്റാച്ചിയുടെ ATM നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ അഥവാ CRM, ക്യാഷ് റീസൈക്കിൾ മെഷീൻ. റീസൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് തന്നെയാണ് വിഡ്രോവലിനായിട്ട് പിന്നെ വരുന്നത് എന്നുള്ളത് കൊണ്ട് അതിനാണ് റീസൈക്കിളർ മെഷീൻ എന്ന് പറയുന്നത്. അപ്പം ഈ പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഹിറ്റാച്ചിയുടെ ഒരു ക്യാഷ് റീസൈക്കിളർ മെഷീൻ അല്ലെങ്കിൽ CDM മെഷീൻ വേണമെന്നുള്ളത്. അപ്പോൾ അവരോട് പറയാനുള്ളത് മെയിനായിട്ട് 4 ബാങ്കുകളാണ് ഈ ഒരു ഡെപ്പോസിറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഹിറ്റാച്ചിയിലുള്ളത്. അതായത് വൈറ്റ് ലേബൽ മേഖലയിൽ ഡെപ്പോസിറ്റ് മെഷീൻ, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ നൽകുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ, അത് ഹിറ്റാച്ചിയാണ്. മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് ലേബൽ ATM പ്രൊവൈഡ് ചെയ്യുന്ന 4 കമ്പനികൾ, മേജറായിട്ടുള്ള 4 കമ്പനികളാണുള്ളത്. ഒന്ന് ടാറ്റ ഇൻഡിക്കാഷ് ATM, പിന്നെ വരുന്നത് ഹിറ്റാച്ചി, പിന്നെ വക്രാങ്കി, അതുപോലെ തന്നെ ഇന്ത്യ വൺ. ഈ 4 കമ്പനികളാണ് മേജറായിട്ട് ഈ ഒരു വൈറ്റ് ലേബൽ ATM കൊടുക്കാനുള്ള ഒരു ലൈസൻസ് ഉള്ള ഇന്ത്യയിലെ കമ്പനികൾ. ഇതിൽ ഡെപ്പോസിറ്റ് മെഷീൻ അല്ലെങ്കിൽ CRM മെഷീൻ നൽകുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ, അത് ഹിറ്റാച്ചിയാണ്. അപ്പോൾ ഈ ഹിറ്റാച്ചിയുടെ ഈ ഒരു ഡെപ്പോസിറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകളുടെ എണ്ണം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഈ ഒരു ബാങ്കുകളുടെ ലിസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് കുറച്ച് കോപ്പറേറ്റീവ് ബാങ്കുകളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് വരുന്നത് 4 പ്രധാന ബാങ്കുകളാണ്. കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു 4 ബാങ്കുകളാണുള്ളത്. ഒന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ വരുന്നത് കനറ ബാങ്ക്, പിന്നെ വരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, പിന്നെ ഇന്ത്യൻ ബാങ്ക്. ഈ 4 ബാങ്കുകളാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഈ 4 ബാങ്കുകളുടെ 5 കിലോമീറ്റർ പരിധിക്ക് ഉള്ളിലായ നിങ്ങൾക്ക് ഈ ഒരു CRM മെഷീൻ തുടങ്ങാൻ പറ്റുള്ളൂ. ഇതാണ് പ്രധാന കണ്ടീഷൻ. അതായത് ഈ മേൽപ്പറഞ്ഞ 4 ബാങ്കുകൾ നിങ്ങളുടെ
ഈ ഒരു ലൊക്കേഷൻ്റെ 5 കിലോമീറ്ററിന് അടുത്തായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു CRM മെഷീൻ ആരംഭിക്കാൻ പറ്റുള്ളൂ. എന്നാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. കാരണം അവിടെ അക്കൗണ്ട് എടുത്ത ആളുകൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു CRM മെഷീനിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ നിയറസ്റ്റ് ആയിട്ട് 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ബാങ്കുകൾ, ഈ പറഞ്ഞ 4 ബാങ്കുകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു CRM മെഷീൻ ആരംഭിക്കാനുള്ള ഒരു അനുമതി ലഭിക്കുന്നതായിരിക്കും. മറ്റ് ബാങ്കുകളൊന്നും, അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ ICICI, അതുപോലെ HDFC ഇങ്ങനെയുള്ള ബാങ്കുകളൊന്നും ഇപ്പോൾ നിലവിൽ വൈറ്റ് ലേബൽ ATM സപ്പോർട്ട് ആയിട്ടില്ല. ഇപ്പോൾ സപ്പോർട്ട് ആയിട്ടുള്ള ബാങ്കുകളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരമുള്ള ഈ ബാങ്കുകളിലേക്കുള്ള ഡെപ്പോസിറ്റ് മാത്രമേ ഈ ഒരു ഡെപ്പോസിറ്റ് മെഷീനിലൂടെ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ വൈറ്റ് ലേബലിൽ CRM മെഷീൻ നൽകുന്ന ഏക കമ്പനിയാണ് ഹിറ്റാച്ചി. അപ്പോൾ ആ ഹിറ്റാച്ചിയുടെ CRM മെഷീൻ നിങ്ങൾക്ക് ആരംഭിക്കാൻ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ATM-ഉം ഹിറ്റാച്ചി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ CRM-ഉം ഹിറ്റാച്ചി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ATM ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അത് ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയകളൊന്നുമില്ല. നല്ല രീതിയിലുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം, നല്ല ട്രാൻസാക്ഷൻ നടക്കുന്നതായിരിക്കണം. ഹിറ്റാച്ചിയുടെ മറ്റ് ATM ഒന്നും ഈ സമീപപ്രദേശങ്ങളിൽ അതിന് തൊട്ടടുത്തായിട്ട് ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമേ ക്രൈറ്റീരിയ ഉള്ളൂ. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാം, അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കണ്ണായ സ്ഥലത്തൊരു ലൊക്കേഷനും അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ളൊരു റൂമും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ATM തുടങ്ങാൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു 360 ഡിഗ്രി ഒരു വീഡിയോ വേണം, അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോ വേണം, ലൊക്കേഷൻ വേണം, നിങ്ങളുടേതായിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും, നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അവിടുന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്നു. ഇത് കളക്ട് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളുടെ ലൊക്കേഷനിൽ ഇൻസ്പെക്ഷന് വേണ്ടി വരുന്നു. അവിടുത്തെ തൊട്ടടുത്തുള്ള ATM-ലെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അവർ വെരിഫൈ ചെയ്യുന്നു. ഈ ഒരു സ്ഥലത്ത് ATM-ൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ പഠിച്ചതിന് ശേഷം അവർ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം മുകളിൽ നിന്നുള്ള അനുമതി നമ്മൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഹിറ്റാച്ചിയുടെ ഒരു അനുമതി ലഭിക്കും, ഇവിടെ ഒരു ATM സഫീഷ്യൻ്റ് ആണ്, ഇവിടെ നല്ല ട്രാൻസാക്ഷൻ ഉണ്ടാവും എന്നുള്ളത്. ഹിറ്റാച്ചിയുടെ ഒരു അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ATM തുടങ്ങാനായിട്ട് ബാലൻസ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി സപ്പോസ് നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ചു, നിങ്ങൾക്ക് അവിടെ ചെക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഇൻസ്പെക്ഷനൊക്കെ ആൾ വന്നു, പക്ഷേ അവിടെ ഫീസിബിലിറ്റി ഒക്കെ നടത്തി എന്നിട്ട് അപ്രൂവൽ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ റീഫണ്ട് ചെയ്യുന്ന സംവിധാനവും നൽകുന്നതാണ്. അതായത് നിങ്ങൾ അടച്ച ക്യാഷുകളൊന്നും പോവില്ല, നിങ്ങൾക്ക് അവിടെ വെരിഫിക്കേഷൻ ആൾ വന്നിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റീഫണ്ട് തരും. നിങ്ങൾക്ക് അവിടെ ഒരു ATM എന്തായാലും ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും കമ്പനിയുടെ ATM നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി നെക്സസ് നൽകുന്നതാണ്. ഇനി വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു ഹിറ്റാച്ചിയുടെ ATM നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഓരോ പാക്കേജുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. എന്നിരുന്നാലും ആംബർ എന്ന പാക്കേജ് ഒഴിച്ച് ബാക്കി ഏത് പാക്കേജ് എടുക്കുകയാണെങ്കിലും റൂമിൻ്റെ ഫർണിഷിംഗ് ഉൾപ്പെടെ കമ്പനി ചെയ്ത് നൽകുന്നതായിരിക്കും. അതായത് നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു നല്ല ഒരു റൂം സ്പേസ്. ആ റൂം സ്പേസിൽ ഫ്ലോറിങ് വേണം, അതുപോലെ തന്നെ സീലിങ്ങും വേണം. ബാക്കി അതിലേക്കുള്ള പെയിൻറ്റിങ്, ഗ്ലാസ് ഡോറ്, അതുപോലെ തന്നെ ബോർഡ് ഫിക്സിങ്, ATM ഇൻസ്റ്റലേഷൻ, UPS ഇൻസ്റ്റലേഷൻ, വയർലെസ് കണക്ഷൻ ഇൻസ്റ്റലേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ ഇൻസ്റ്റലേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി ചെയ്യുന്നതാണ്. അതായത് നിങ്ങളൊരു റൂം പ്രൊവൈഡ് ചെയ്യുക, റൂം സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ഗ്ലാസ് ഡോർ അടക്കം അതിൻ്റെ ഫർണിഷിങ്ങും അടക്കം എല്ലാം ഹിറ്റാച്ചിയാണ് ചെയ്ത് നൽകുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു ATM-ൻ്റെ പരസ്യ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ബോർഡുകൾ, അതായത് സ്റ്റിക്കറുകൾ, ബോർഡുകൾ, അതുപോലെ തന്നെ കുറേ സൈഡായിട്ട് വരുന്ന ബോർഡുകൾ, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആംബർ അല്ലാത്ത പാക്കേജാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് റൂം സ്പേസ്, അതായത് ഫ്ലോറിംഗ് ഉള്ള ഒരു റൂം സ്പേസ്. അത് കമ്പനി എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ ടീം അവിടെ വന്നിട്ട് ബാക്കിയുള്ള ഫേർണിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് ഗ്ലാസ് ഡോറൊക്കെ വെക്കുന്നു, ബോർഡ് വെക്കുന്നു, പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ബോർഡുകളൊക്കെ വെക്കുന്നു. അതേപോലെ തന്നെ വൈഫൈ കണക്ഷൻസും അതുപോലുള്ള ബാക്കി കാര്യങ്ങൾ UPS-ഉം എല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതൊരു സമ്പൂർണ്ണ ATM മോഡലാക്കി മാറ്റുക എന്നുള്ളതാണ് കമ്പനി ചെയ്യുന്നത്. ഇത് തന്നെയാണ് CRM-ൻ്റെ കേസിലും. ATM-ഉം CRM-ഉം ഒരേ രീതിയിൽ തന്നെയാണ്. അതിൽ ആംബർ പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ CRM-ലും നിങ്ങൾക്ക് ഫർണിഷിംഗ് ഒന്നും ലഭിക്കില്ല. എന്നാൽ മറ്റ് പാക്കേജുകളാണെങ്കിൽ നിങ്ങൾക്ക് CRM-ൽ ഇതിൻ്റെ ഫർണിഷിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനി ചെയ്തു തരുന്നതാണ്. ഇതേപോലെ തന്നെ ചില ആളുകൾക്ക് മറ്റൊരു റിക്വയർമെൻറ്റ് ഉണ്ടാവും. അവർക്ക് സ്വന്തമായൊരു ഷോപ്പ് നടത്തുന്നുണ്ടാവും. ഈ ഷോപ്പിന് മുന്നിലായിട്ടൊരു വരാന്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിഞ്ഞ സ്പേസോ ഉണ്ട്, അവിടെ ഒരു ക്യാബിൻ മോഡലിലായിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അതും
കമ്പനി ചെയ്തു തരുന്നുണ്ട്. അതിന് നിങ്ങളൊരു 45,000 രൂപ അഡീഷണൽ ആയിട്ടാണ് നിങ്ങൾ ചിലവഴിക്കേണ്ടത്. അത് ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്യാബിൻ ഒന്നായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരികയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ട ഫ്ലോറിങ് വർക്കുകൾ നിങ്ങൾ ചെയ്തു വെക്കണം. അതായത് വെക്കേണ്ട ഒരു സ്ഥലം നിങ്ങൾ കറക്റ്റാക്കി ചെയ്തു വെക്കണം. അതിനുശേഷം ഒരു മൊത്തത്തിൽ ഒരു യൂണിറ്റ് ആയിട്ട് അവിടെ കൊണ്ടുവന്ന് അവിടെ ഫിക്സ് ചെയ്ത് തരും ചെയ്യും. അപ്പോൾ അതിന് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു 45,000 രൂപ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്യാബിൻ സൗകര്യം, നിങ്ങൾക്ക് ക്യാബിൻ സൗകര്യത്തിൽ ഒരു ATM അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതിനകത്ത് ATM കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും. അപ്പോൾ അതിലേക്ക് വേണ്ട ഇലക്ട്രിക്കൽ കണക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്യാബിൻ മോഡലിലുള്ളത്. ഇനി ഞാനിതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകളും അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളും നിങ്ങളെ മുന്നിലൊന്ന് പ്രസൻറ്റ് ചെയ്യാം. ഇനി ഇതിൽ ഫസ്റ്റത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് ജെയ്ഡ് എന്നൊരു മോഡലാണ്. ഈ ജെയ്ഡ് എന്ന മോഡലിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾ നെക്സസുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ്. ഇതിൽ മാൻഡേറ്റ് ചെയ്യുന്നൊരു കാര്യം 1500-ലധികം ട്രാൻസാക്ഷൻ നടക്കണം എന്നുള്ളതാണ് ഇതിലൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യം. അത് നിർബന്ധമല്ല. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ കുറവുണ്ടാവും. ആദ്യത്തെ 1 മുതൽ 700 വരെ ട്രാൻസാക്ഷൻ, ഇപ്പോൾ 1500 കുറവാണ് നിങ്ങളുടെ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ എങ്കിൽ 1 മുതൽ 700 വരെയുള്ള ട്രാൻസാക്ഷന് നിങ്ങൾക്ക് ഒരു എമൗണ്ട് പോലും കിട്ടില്ല. പിന്നെ 701 മുതൽ 1100 വരെ വരുന്ന ട്രാൻസാക്ഷന്, ഇപ്പോൾ സപ്പോസ് 1500 ആണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ എങ്കിൽ ആദ്യത്തെ 700 എണ്ണത്തിന് നിങ്ങൾക്ക് കിട്ടുന്നത് കമ്മീഷൻ 0 ആയിരിക്കും. 701 മുതൽ 1100 വരെ 7 രൂപ തോതിൽ ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ 1101 മുതൽ 1500 വരെ 8.5 വെച്ച് ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ലഭിക്കും. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. പിന്നെ 1501 ആണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എലിജിബിൾ സ്കീമിലേക്ക് കയറി, രണ്ടാമത്തെ സ്കീമിലേക്ക് കയറി. അപ്പോൾ ആദ്യത്തെ 700 ട്രാൻസാക്ഷൻ ആദ്യം നിങ്ങൾക്ക് 0 എന്നെടുത്ത് നിങ്ങൾക്ക് 4 രൂപ കിട്ടും. പിന്നെ 701 മുതൽ 1100 വരെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് 8 വെച്ച് കൗണ്ട് ചെയ്യുന്നതാണ്. പിന്നെ 1101 മുതൽ 1500 വരെ നിങ്ങൾക്ക് 9.5 വെച്ച് കൗണ്ട് ചെയ്യും. പിന്നെ 1500-ന് മുകളിൽ എത്രയാണ് നമ്പർ എങ്കിൽ അതിന് 10.5 വെച്ച് കൗണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ 1501 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആദ്യത്തെ 700 ട്രാൻസാക്ഷൻ × 4 അതിനുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ 701-നും 1100-നും ഇടയ്ക്കുള്ള 399 ട്രാൻസാക്ഷനുകൾക്ക് 399 × 8 നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ 1101-നും 1500-നും ഇടയ്ക്കുള്ള 399 ട്രാൻസാക്ഷനുകൾക്ക് 399 × 9.5 നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ 1501 ആണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ. അപ്പോൾ ആ ലാസ്റ്റിലുള്ള ഒരു ട്രാൻസാക്ഷന് നിങ്ങൾക്ക് 10.5 കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ജെയ്ഡ് എന്ന പാക്കേജിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അതായത് നിങ്ങളുടെ ട്രാൻസാക്ഷന് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓരോരോ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1500 ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് 1501 ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എത്ര വരുമാനം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റും. വളരെ ശ്രദ്ധിക്കുക. ഈ പാക്കേജ് പ്രകാരം നിങ്ങൾ 1501 ട്രാൻസാക്ഷൻ നടത്തിയാൽ 1501 × 10.5 അല്ല കൂട്ടുക, ആ സ്ലാബ് വൈസായിട്ടാണ് കൂട്ടുക. ആദ്യത്തെ 700-ന് 4, 700-ന് വരെയുള്ള 700 × 4 വരും. പിന്നെ അതിനുശേഷമുള്ള 399 × 8, പിന്നെ 9.5, പിന്നെ 10.5. ആ രീതിയിലാണ് കാൽക്കുലേഷൻസ് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു പാക്കേജിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ 2 ലക്ഷത്തിൽ താഴെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഹിറ്റാച്ചിയുടെ ATM തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ റൂം വർക്കുകൾ എല്ലാ കാര്യങ്ങളും ഫർണിഷിങ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കമ്പനി തന്നെ ആയിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആംബർ എന്ന പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ ഫർണിഷിങ്, ഗ്ലാസ് ഡോർ, പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കമ്പനി ചെയ്യില്ല. അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യണം. മിഷൻ്റെ ഇൻസ്റ്റലേഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, അത് ബോർഡ് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അഡ്വർടൈസ്മെൻറ്റ് മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയുടെ സൈഡിൽ നിന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ആ പ്ലാനും ഈ പ്ലാനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഒന്നാമത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് ഏകദേശം 50,000-60,000 രൂപയുടെ മാറ്റമുണ്ട്. അതിനുള്ള പ്ലാനിലെ കമ്മീഷൻ താരിഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പാമ്പറിൽ വരുന്നത് ആദ്യത്തെ 630 ട്രാൻസാക്ഷന് നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും ലഭിക്കുന്നില്ല. പിന്നെ 630-ന് മേലോട്ട് കിട്ടുന്ന എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് 10 രൂപ ക്യാഷ് ട്രാൻസാക്ഷനും 1 രൂപ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ആദ്യത്തെ 630 കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിന് മാത്രമേ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ വരുന്ന അടുത്തുള്ള പ്ലാൻ എന്ന് പറയുന്നത് ജേസ്പർ ആണ്.
ജെയ്സ്പർ എന്ന പ്ലാന് നേരത്തെ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ ജെയ്ഡ് പ്ലാൻ പോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷനുള്ള എമൗണ്ട് ഏകദേശം സെയിം തന്നെയാണ്. അതിൻ്റെ ഫർണിഷിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ചെയ്യും. ഇതിൻ്റെ കമ്മീഷനും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ കമ്മീഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ വരുന്ന ആദ്യത്തെ 500 ട്രാൻസാക്ഷന് നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും ലഭിക്കുകയില്ല. പിന്നെ വരുന്ന 500-ന് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും 8.5 എന്നുള്ളതാണ് വരുന്നത്. പിന്നെ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് നിങ്ങൾക്ക് 2 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്ലാനുകൾ നോക്കുക, നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ അവിടെ എത്ര ട്രാൻസാക്ഷൻ നടക്കും എന്നുള്ള ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് പ്ലാനുകൾ എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. ഇനി നിങ്ങൾ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പ്ലാനിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്താനുള്ള സംവിധാനമുണ്ട്. പിന്നെ വരുന്ന പ്ലാനാണ് ന്യൂ ബെറിൽ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി കമ്മീഷൻ കൂടിയ ടൈപ്പാണ്. പക്ഷേ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1500 ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് പ്രകാരം വരുന്നത് ആദ്യത്തെ 800 ട്രാൻസാക്ഷന് നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും ലഭിക്കുന്നില്ല. 801 മുതൽ നിങ്ങൾക്ക് 11, പിന്നെ 12, 13 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 800 ട്രാൻസാക്ഷന് പേയ്മെൻ്റ് ഒന്നും ലഭിക്കില്ല. രണ്ടാമത് വരുന്നത് 801 മുതൽ നിങ്ങൾക്ക് 11, 12, 13 എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ATM പ്ലാൻ എടുക്കാം. നിങ്ങളതിൽ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഏത് പ്ലാനാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചൂസ് ചെയ്യാം. ഏതാണോ പ്ലാൻ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവർ നിങ്ങൾക്ക് അതിന് രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരുന്നതാണ്. ഈ പാക്കേജുകളൊക്കെ ഡിസൈൻ ചെയ്ത് തരുന്നതാണ്. പിന്നെ വരുന്നത് CRM ആണ്. CRM മെഷീൻ, അതായത് CDM എന്ന് നിങ്ങൾ പറയുന്ന CRM മെഷീനാണ്. അപ്പോൾ CRM മെഷീനിൽ വരുന്നതും ഫസ്റ്റിൽ വരുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് പേൾ എന്നുള്ളൊരു പാക്കേജാണ്. ഈ പേൾ എന്നുള്ള പാക്കേജിൽ എങ്ങനെയെല്ലാമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പേൾ എന്നുള്ളൊരു പാക്കേജ് നമ്മൾ നേരത്തെ പറഞ്ഞ ജെയ്ഡ് എന്നുള്ളൊരു പാക്കേജുമായിട്ട് ഏകദേശം ഈക്വലാണ്. ATMൻ്റെ കേസിൽ അതിൽ 1501 ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ഇതിന് 2001 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ 700 എണ്ണത്തിൻ്റെ എമൗണ്ട് കിട്ടുള്ളൂ എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ 1 മുതൽ 700 വരെ നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും കിട്ടില്ല. 701 മുതൽ 1400 വരെ 7 രൂപ. 1401 മുതൽ 2000 വരെയുള്ള എണ്ണത്തിന് നിങ്ങൾക്ക് 8.5 രൂപ. പിന്നെ 2000-ൻ്റെ മുകളിലാണ് നിങ്ങൾക്കൊരു പെർ മന്ത് ട്രാൻസാക്ഷൻ എങ്കിൽ ആദ്യത്തെ 700-ന് 4 കിട്ടും. പിന്നത്തെ 701 മുതൽ 1400 വരെ 8 രൂപ കിട്ടും. പിന്നെ ഉള്ള 399 ട്രാൻസാക്ഷന് 9.5 കിട്ടും. പിന്നെ വരുന്നത് 10.5 കിട്ടും. ഈ രീതിയിലാണ് അതിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷന് പോകുന്നത്. നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് ആദ്യത്തെ 700-നും മുതൽ 1400 വരെ 1 രൂപയും പിന്നെ ഉള്ളതിന് 2 രൂപയാണ് വരുന്നത്. പിന്നെ ഡെപ്പോസിറ്റിന് നിങ്ങൾക്ക് ഓരോ ഡെപ്പോസിറ്റിനും ഒരു എമൗണ്ട് ഉണ്ട്. നിങ്ങളുടെ മെഷീനിൽ നടക്കുന്ന ഡെപ്പോസിറ്റ് 10,000 രൂപയിൽ താഴെയാണെങ്കിൽ അതിന് 13 രൂപയും 10,000-ന് മുകളിലാണ് ഡെപ്പോസിറ്റ് നടക്കുന്നതെങ്കിൽ അതിന് 18 രൂപയുമാണ് നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ CRMൻ്റെ ഇൻസ്റ്റലേഷൻ ഇനീഷ്യൽ കോസ്റ്റ് നിങ്ങൾക്ക് മറ്റ് ATMനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, കോസ്റ്റ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനെ തന്നെ കോൺടാക്ട് ചെയ്യുക, അവർ നിങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നെ CRMൽ തന്നെ ആംബർ പ്ലാൻ ഉണ്ട്. ഈ ആംബർ പ്ലാൻ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംബറിൽ ഫർണിഷിങ്ങും കാര്യങ്ങളും കമ്പനി ചെയ്യുന്നില്ല. അപ്പോൾ ഫർണിഷിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതിനുള്ള ബാലൻസ് കാര്യങ്ങൾ, ഇൻസ്റ്റലേഷൻ, അതുപോലെ തന്നെ ബോർഡ് കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ പൊതുവെ കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ട്രാൻസാക്ഷൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ്. 750 വരെ നിങ്ങൾക്കൊരു എമൗണ്ടും കിട്ടില്ല. മറ്റേത് 2001 ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 4 രൂപ വെച്ച് കിട്ടിയിരുന്നു. ഇതിൽ 751 മുതൽ 2000 വരെ 10 രൂപ. അതായത് 751-ന് മുകളിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും 10ഉം, നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് 1 രൂപയാണ്. പിന്നെ ഡെപ്പോസിറ്റിന് മാറ്റമൊന്നുമില്ല. ഡെപ്പോസിറ്റിന് കൃത്യമായിട്ട് 13ഉം 18ഉം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്. അതായത് 10,000-ൽ താഴെ 13ഉം 10,000-ന് മുകളിൽ 18ഉം തന്നെയാണ്. അപ്പോൾ അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകൾ. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട്, അതായത് ഒരു ട്രാൻസാക്ഷൻ 1500-ന് മുകളിലാണെങ്കിൽ എത്ര കിട്ടും എന്നുള്ളത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ പ്ലാൻ ഓപ്റ്റ് ചെയ്യുക. പ്ലാൻ ഓപ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൊക്കേഷൻ അപ്രൂവൽ കിട്ടുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ലൊക്കേഷൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഷെയർ ചെയ്തതിന് ശേഷം നമ്മളത് അപ്രൂവലിന് അയക്കുന്നതാണ്. അപ്പോൾ അവിടെ വിസിറ്റിന് വേണ്ടിയിട്ട് ആൾ വരുന്നതാണ്. വിസിറ്റിന് ശേഷം നിങ്ങൾക്ക് അപ്രൂവൽ ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ പാക്കേജ്, നിങ്ങൾക്ക് ആ ലൊക്കേഷന് പറ്റിയ നല്ല ട്രാൻസാക്ഷൻ നടക്കുന്ന ലൊക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ പാക്കേജുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്റ്റ് ചെയ്യുക. ഇനി വിത്തിൻ 5 കിലോമീറ്റർ, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ബാങ്കുകൾക്ക് 5 കിലോമീറ്റർ ഉള്ളിലായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ CRM മെഷീൻ തന്നെ ചൂസ് ചെയ്യുക. അങ്ങനെയുള്ള ക്രൈറ്റീരിയകളൊക്കെ നിങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാവുന്നതാണ്.
പിന്നെ ഇതിൽ മറ്റൊരു ഇൻകം കൂടി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അഡ്വർടൈസ്മെന്റ് ഷെയർ. അതായത് ഈ ഒരു പ്രിമിസസിൽ, അതായത് നിങ്ങളുടെ ഈ ATMൽ നിങ്ങൾക്കൊരു അഡ്വർടൈസ്മെന്റ് ചെയ്യാം. അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് കസ്റ്റമർ എടുത്തു നിന്ന് അഡ്വർടൈസ്മെന്റ് പിടിച്ചുകൊണ്ട് ഹിറ്റാച്ചിക്ക് നൽകി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് തരികയും ചെയ്യും. നിങ്ങളുടെ ATMൽ അവരുടെ അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. ഇവൻ ടാറ്റയിലും അതുപോലെ തന്നെ ഹിറ്റാച്ചിയിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഷെയറിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വരുമാനം കണ്ടെത്താൻ പറ്റും. പിന്നെ പലരും ചോദിക്കാറുണ്ട്, നമുക്ക് കൊണ്ട് നടന്ന് ATM ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അതായത് മീൻസ് വണ്ടിയിൽ ATM കൊണ്ടുപോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, പല ബാങ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെയും ചെയ്യാനുള്ളൊരു സംവിധാനം നമുക്കുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടി ഓട്ടോറിക്ഷയിലോ അങ്ങനെ വാനിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ATM യൂസ് ചെയ്യാം. പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്, ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം അത് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് അത് കൊണ്ട് നടക്കണമെങ്കിൽ ആദ്യം ഒരു വണ്ടി വേണം. ഈ വണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വാഹനത്തിൻ്റെ RC ഇൻഷുറൻസ് ഒക്കെ നമ്മൾ ഹിറ്റാച്ചിക്ക് കൈമാറണം. അപ്പോൾ അത് പ്രകാരം അവിടെ മെഷീൻ നിങ്ങൾക്ക് ഏത് പാക്കേജാണോ വേണ്ടത് ആ പാക്കേജ് പ്രകാരം നിങ്ങൾക്ക് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിലേക്ക് ഈ ഒരു ATM കൊണ്ടുവച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അത് നല്ല ട്രാൻസാക്ഷനൊക്കെ കിട്ടുന്ന ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് വേണ്ട ജനറേറ്റർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ ഓൾമോസ്റ്റ് മറ്റ് ATMകളുടെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, പ്രൊസീജിയേഴ്സൊക്കെ ഓൾമോസ്റ്റ് പിന്നെ ഈക്വൽ തന്നെയാണ്. അതായത് ഒരു കറണ്ട് അക്കൗണ്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആ കറണ്ട് അക്കൗണ്ട് ഏത് ബാങ്കിൻ്റെ ആയാലും കുഴപ്പമില്ല. ആ കറണ്ട് അക്കൗണ്ട് വഴിയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അതിന് സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയും. ആ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് വഴിയാണ് ഈ ഒരു ATMലേക്ക് വേണ്ട എല്ലാ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുക. പിന്നെ ഇതിൻ്റെ എഗ്രിമെൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് 9 വർഷത്തേക്കുള്ള എഗ്രിമെൻ്റ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ഈ ഒരു പേയ്മെൻ്റൊക്കെ അടച്ചു, മെഷീനൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു, ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊരു വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ATM എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ക്യാഷ് മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനീഷ്യലായിട്ട് നിങ്ങൾ 1 lakh മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് തുടങ്ങാം. 1 lakh ഒന്നും നല്ല ട്രാൻസാക്ഷനുള്ള ഏരിയയിൽ അത് സഫീഷ്യൻ്റ് ആയിരിക്കില്ല. 2 lakhs 3 lakhs ഒക്കെ നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റലാക്കി ഇടേണ്ടതായിട്ട് വന്നേക്കാം. അത് ഇനീഷ്യലി നിങ്ങൾ 1 lakh ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ആരംഭിക്കാം എന്നുള്ളതേ ഉള്ളൂ. ട്രാൻസാക്ഷൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ GST ആൻഡ് ടാക്സേഷൻ ഇഷ്യൂസ് വേറെ കാര്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുമ്പോൾ അതിൻ്റെ 10% TDS കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കമ്മീഷൻ തരുന്നുള്ളത് കൊണ്ട് വേറെ ടാക്സേഷൻ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നിങ്ങൾ ഇയർ എൻഡിങ്ങിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാം. നിങ്ങൾക്കത് ഇൻകം ടാക്സ് ഫയൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ച എമൗണ്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹിറ്റാച്ചി വൈറ്റ് ലേബൽ ATM, ഹിറ്റാച്ചി മണി സ്പോട്ട് ATM എന്ന് പറയുന്ന ATM ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ വിളിക്കാം. നമ്മൾ നെക്സസ് തന്നെ ഇപ്പം വിവിധങ്ങളായിട്ടുള്ള ATMകളുടെ സർവീസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ATMനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ് ടീമിനെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വീഡിയോയ്ക്ക് താഴെ ഉണ്ടാവും. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിന് വേണ്ട വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഒരു പാസീവ് ഇൻകം മോഡൽ ബിസിനസ്സാണ് ATM എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മറ്റും പല ബിസിനസ്സുകളും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് മോഡലായിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാം. അങ്ങനെ 1, 2, 3 ATM ഒക്കെ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് തുടങ്ങി. ഇപ്പം നമ്മുടെ ടാറ്റയൊക്കെ തുടങ്ങിയ ആളുകൾ തന്നെ 2, 3 ATMകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഒരു നെറ്റ്വർക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇപ്പോൾ ഇനീഷ്യലി നമ്മളിത് കേരളത്തിലാണ് ഹിറ്റാച്ചി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, കർണാടകയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോകളും ഇനി നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അതായത് ഇതുമായി ബന്ധപ്പെട്ടുമ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ അതുപോലെ പുതിയ പ്രൊജക്റ്റുകളുമായിട്ട് വീണ്ടും വരാം. അതുവരെ I am signing off, സജിത് നായർ. താങ്ക് യു.